നിങ്ങൾക്ക് അങ്ങനെ ചെയ്തൂടെ എന്നുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുമെന്നുള്ളതാണ്, കനോട്ട് എന്ന് പറഞ്ഞാൽ കഴിയില്ല എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടിയിട്ടാണ് പറയുക. കനോട്ട് അഥവാ ക്യാൻറ്റ്. ക്യാൻ യു ഗോ, നിനക്ക് പോയിക്കൂടെ. ക്യാൻ യു കം, നിനക്ക് വന്നൂടെ. ക്യാൻ യു കം ഫ്രീക്വൻ്റ്ലി, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നൂടെ. ക്യാൻ യു കം ഫ്രീക്വൻ്റ്ലി, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നൂടെ. ക്യാൻ യു ഗോ ദർ, നിനക്ക് അവിടെ പോയിക്കൂടെ. ക്യാൻ യു ആസ്ക് ഹിം, നിനക്ക് അവനോട് ചോദിച്ചൂടെ. ക്യാൻ യു ബൈ ഇറ്റ്, നിനക്കത് വാങ്ങിച്ചൂടെ. ക്യാൻ യു സെലക്ട് ഇറ്റ്, നിനക്കത് സെലക്ട് ചെയ്തൂടെ. അങ്ങനെ ക്യാൻ യു, കനോട്ട് യു എന്നുള്ളതാണ്. അത് ക്യാൻ യു എന്ന് ഉപയോഗിച്ചാൽ നമുക്ക് പല രീതിയിലുള്ള ഇംഗ്ലീഷ് വാക്കുകൾ നമുക്ക് പറയാൻ വളരെ സിമ്പിളായിരിക്കും. ക്യാൻ യു ഗോ, ക്യാൻ യു കം, ക്യാൻ യു ബൈ, ക്യാൻ യു ഈറ്റ്, ഭക്ഷിച്ചൂടെ. ക്യാൻ യു ടേക്ക്, ക്യാൻ യു ഡ്രിങ്ക്, കുടിച്ചൂടെ. അങ്ങനെ നമുക്ക് ക്യാൻ യു എന്ന് ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഈ വാക്കുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക, നമ്മുടെ ചിന്തയിലും ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുക.